റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ദിനം ഇവിടെ ആഘോഷത്തിൻ്റെ ദിനമായിരുന്നു. ഹിജറാബ്ദം 11 റബീഉൽ അവ്വൽ മാസം 12, 13, 14 ദിവസങ്ങളുടെ ചരിത്രം എങ്ങനെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിമീങ്ങൾ വായിക്കുന്നത്? മദീനയിൽ വീടുകളിൽ അടുപ്പിൽ തീ പുകയാത്ത, വീടുകളിൽ വിളക്കുകൾ കത്താത്ത, സന്തോഷം സന്താപത്തിന് വഴിമാറിയ അബൂബക്കറും ഉമറും ഉമ്മു ഐമനുമൊക്കെ ഏങ്ങി ഏങ്ങി കരഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയതമന്മാർ വിതുമ്പിയ സഹാബത്ത് കരഞ്ഞ് ഒരു വ്യക്തി മദീനയെ ലക്ഷ്യമാക്കിയിട്ട് വരികയാണ്. അദ്ദേഹം ആദ്യമായിട്ട് മദീനത്തേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ കരച്ചിൽ കേൾക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ മദീന കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ദിനത്തിൻ്റെ കാരണം കരച്ചിലിൻ്റെ കാരണം പറഞ്ഞു കൊടുത്ത അങ്ങനത്തെ ഒരു ദിവസത്തെയാണ് മുസ്ലിമീങ്ങൾക്ക് പരിചയം. അതല്ലാതെ നബിദിനത്തിൻ്റെ പേരിൽ തുള്ളിച്ചാടുന്ന, പ്രകടനം നടത്തുന്ന, ഘോഷയാത്ര സംഘടിപ്പിക്കുന്ന ഒരു പൂർവികരെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കുവാനുള്ള സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാവട്ടെ.